ശരിക്കും ഇത്രയും ഒരു ആരാധനയും സ്നേഹമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ സീനൊക്കെ അഭിനയിക്കുമ്പോൾ ശരിക്കും നെർവസ് ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. പക്ഷെ ചേച്ചി മമ്മൂക്കാന്റെ കൂടെ ഭയങ്കര കൂളായിട്ട് അഭിനയിച്ച ഒരാളും കൂടിയാണ്. സത്യം പറഞ്ഞ ഉള്ളില് പേടിയാ. ഞാന് പുള്ളിക്കാരൻ സ്റ്റാറാന്നുള്ള പടത്തിലാണ് മമ്മൂക്ക. അത് ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്കറിയില്ല അന്ന് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന്. ആ സീൻ എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞ ചേച്ചി അടുത്തതിൽ നിങ്ങൾ ഈ സീനാണ് മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ. എൻ്റെ ദൈവമേ, എൻ്റെ കൈയും കാലും മറിച്ചിട്ട് ബിന്ദു ഞാൻ എല്ലാവരും പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്, മിണ്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ, എനിക്ക് ഭയങ്കര പേടിയാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കണതൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെയൊക്കെയാ. ഞാൻ എന്നിട്ട് എൻ്റെ അനിയത്തി ഇപ്പോഴും എന്നോട് പറയും, ഓരോ ഷൂട്ട് കഴിഞ്ഞോളൂ ഞാൻ ആരുടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ലാൽ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് വർക്ക് ചെയ്യായിരുന്നു. ഫോട്ടോ എടുത്താ? ഇല്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു വർക്ക്? 14 ദിവസം. എന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. മനസ്സിലായോ? പുള്ളിക്കാരൻ സ്റ്റാറായിട്ട് അന്ന് മമ്മൂക്കയാണ് ഞങ്ങളുടെ എല്ലാരെയും പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ ഫോണിലൊരു ഇതെടുത്ത് സെൽഫി എടുത്ത് അതിൽ ഞാനിങ്ങനെ തലപെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഏത് പടം അറിയാം? ഗാനഗന്ധർവൻ. അതിൽ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. കോമ്പിനേഷൻ സീൻസും ഉണ്ട് മമ്മൂക്കയുടെ കൂടെ. അപ്പൊ പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ കഴിഞ്ഞ് ഞാൻ പോവാണ്, നമസ്കാരം. ഞാൻ ഒരു ഫോട്ടോ പിന്നെന്താ ഇന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര രസം കേട്ടോ. മമ്മൂക്കയുടെ എല്ലാരും പറയുമ്പോ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്, അതാണ് പറയാ. പക്ഷെ ദേഷ്യപ്പെടണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരോടൊക്കെ നല്ല ചീത്തയൊക്കെ പറയും. പക്ഷെ അവരാരെങ്കിലും മമ്മൂക്കയുടെ അടുത്ത് പോയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷമായിട്ട് ജോർജ് ചേട്ടനായാലും ശരി, സലാമരുക്കുറ്റിയാണ് സ്ഥിരം എന്താ പറയാ മമ്മൂക്കയുടെ ഡയലോഗൊക്കെ പറഞ്ഞു. ഡയലോഗിന്റെ ഷീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ സലാമാണ് കാണിച്ചു കൊടുക്കുക ഷൂട്ടിന് മുമ്പേ. അപ്പോൾ നമുക്ക് പുള്ളിക്കാര ശാലയിലൊക്കെ ഇങ്ങനെ പേജ് ബൈ പേജാണ് ക്ലാസ്, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് ഇങ്ങനെ കുറേ ഉണ്ട്. കുറെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ദേഷ്യം വരും. ചീത്ത പറയണ സലാമിനെയാണ് എല്ലാവടെ അറിയിക്കും, പിന്നെ ഇതും കൊണ്ടുവരും. അപ്പോൾ നമ്മള് ഈ പറയുന്ന ദേഷ്യത്തിന്, ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ പിന്നിൽ അതിന്റെയൊക്കെ അപ്പുറത്തെ ഒരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് ഇവരൊക്കെ. അപ്പൊ അവർക്കൊന്നും വിട്ടുപോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് മമ്മൂക്കയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവര് ദേഷ്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ നമ്മൾ ദേഷ്യപ്പെടാം.